തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതക കേസിൽ കനത്ത ജനരോഷത്തിനിടെ പ്രതി ജോജോയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടുവന്നെന്നും പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ കുളത്തിലേക്ക് തള്ളിയിട്ടെന്നും പ്രതി സമ്മതിച്ചു. കൊലപാതകം പോക്സോ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പിഞ്ചുബാലന്റെ അരുംകൊലയിൽ രോഷാകുലരായിരുന്നു നാട്ടുകാർ. പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുമെന്നറിഞ്ഞ് സംഭവസ്ഥലത്ത് നാട്ടുകാർ തമ്പടിച്ചു. കനത്ത പോലീസ് സന്നാഹവും 1 മണിയോടെ പ്രതിയെ കുട്ടിയുടെ വീടിന് സമീപത്തുള്ള പറമ്പിലേക്ക് എത്തിച്ചു. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ നാട്ടുകാരുടെ ശ്രമം. കൃത്യം നടത്തിയ കുളത്തിന് സമീപത്തു നിന്ന് പ്രതി സംഭവം വിശദീകരിച്ചു. ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു, അവനവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? പീഡിപ്പിക്കാൻ എന്ത് ചെയ്തു? വായ പൊത്തി പിടിച്ചു. അവൻ മോച്ചാ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചു. അപ്പൊ പൊതറി എനിക്ക് പിന്നെ ദേഷ്യം കയറിയപ്പോ ഞാൻ പിന്നെയും തട്ടിയിട്ട് പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ട് എന്നിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യത്തെ ഉന്തിട്ടതല്ലേ? ചാമ്പയ്ക്ക് നൽകാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ പ്രതി ജോജോ ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ചത്. ഉടുപ്പൂരാൻ പറഞ്ഞപ്പോൾ കുട്ടി സമ്മതിച്ചില്ല. അമ്മയോട് പറയുമെന്ന് പറഞ്ഞ് കുതറി മാറി. ഇതോടെ വാ പൊത്തിപ്പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിട്ടു. പ്രാണരക്ഷാർത്ഥം 2 തവണ കുഞ്ഞ് കരയിലേക്ക് കയറി വന്നെങ്കിലും പിന്നെയും പ്രതി കുഞ്ഞിനെ കുളത്തിലേക്ക് തന്നെ തള്ളിയിട്ടു. നാട്ടുകാരുടെ രോഷമിരമ്പിയതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 7 മിനിറ്റ് സമയം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് പ്രതിയുമായി മടങ്ങി. കോടതിയിൽ ഹാജരാക്കിയ ജോജോയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജനം, തൃശൂർ.